ഇത്തവണ തൃശ്ശൂരിലെ ക്രൈസ്തവ സമൂഹം BJPക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ക്രൈസ്തവ സമൂഹം മാത്രമല്ല, എല്ലാ സമൂഹവും BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്യും. തൃശ്ശൂരിലെ ജനങ്ങൾ വളരെ ബോധവാന്മാരാണ്. തൃശ്ശൂരിൻ്റെ വികസനം ആഗ്രഹിക്കുന്ന ആളുകൾ സെൻട്രൽ ഗവൺമെൻറ്റുമായി ഒരുമിച്ച് പോകാൻ കഴിയുന്ന ഒരു ജനപ്രതിനിധിയെ തൃശ്ശൂരിൽ നിന്ന് അയക്കാനായിട്ട് തയ്യാറാവും. അപ്പോൾ അതുകൊണ്ട് തൃശ്ശൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമാണ്. അപ്പോൾ അതുകൊണ്ട് വളരെയധികം ആളുകൾ കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടുള്ള ആളുകളാണ്. ആ കാഴ്ചപ്പാടുള്ള ആളുകൾ എന്നുള്ള നിലയിൽ കേന്ദ്ര ഗവൺമെൻറ് നരേന്ദ്രമോദി സർക്കാർ തുടരുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ആ തുടരുന്ന സർക്കാരിന് അതിലേക്ക് ഒരു ജനപ്രതിനിധിയെ അയക്കാനാണ് തൃശ്ശൂരിലെ ജനങ്ങൾ മറ്റൊരു തരത്തിലും ചിന്തിക്കാതെ 100% തൃശ്ശൂരിൻ്റെ വികസനവും ആ വികസനം നടക്കണമെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിനൊപ്പമുള്ള ഒരു ജനപ്രതിനിധി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട്